ക്രിസ്ത്യാനികൾ വിശ്വസിക്കുകയും ഏറ്റുപറയുകയും ചെയ്യുന്ന ദൈവവും മുസ്ലിമുകൾ ദൈവമായി ആരാധിക്കുകയും ഏറ്റുപറയുകയും ചെയ്യുന്ന അള്ളായും ഒരാൾ തന്നെയോ അല്ലയോ? ഒന്നോ രണ്ടോ? രണ്ടുപേരും ഒരാൾ തന്നെയാണോ അല്ലയോ എന്ന ചോദ്യം ഇന്ന് ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ട്. സ്നേഹമുള്ളവരെ, കത്തോലിക്ക വിശ്വാസം വെല്ലുവിളികളും എന്ന പരമ്പരയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഈ ഒരു ചോദ്യമാണ്. അതിന് മുമ്പ് ബൈബിൾ ഞാനൊരു ഭാഗം വായിക്കട്ടെ. പുറപ്പാട് പുസ്തകം 20-ാമത്തെ അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ. ദൈവം അരുളി ചെയ്ത വചനങ്ങൾ ആണിവ. അടിമത്തത്തിൻ്റെ ഭവനമായ ഈജിപ്തിൽ നിന്ന് നിന്നെ പുറത്തു കൊണ്ടുവന്ന നിൻ്റെ ദൈവമായ കർത്താവ് ഞാനാണ്. ഞാനല്ലാതെ വേറെ ദേവന്മാർ നിനക്കുണ്ടാകരുത്. ഇസ്രായേൽക്കാർ ആരാധിക്കുന്ന പേരുള്ള ദൈവം യാഹ്വേ. ആ യാഹ്വേ ആണോ ക്രിസ്ത്യാനികൾ ആരാധിക്കുന്നത്? ആ യാഹ്വേ തന്നെയാണോ മുസ്ലിമുകൾ ആരാധിക്കുന്ന അള്ള? ഇതാണ് ചോദ്യം. ക്രിസ്ത്യാനികളും മുസ്ലിമുകളും ഒരേ ദൈവത്തെ തന്നെയാണ് ആരാധിക്കുന്നത് എന്നതിന് ഒരുപാട് തെളിവുകളുണ്ട്. രണ്ട് തമ്മിലൊരു സാമ്യങ്ങളുമുണ്ട്. കത്തോലിക്ക സഭയുടെ ആധികാരികമായ പ്രബോധനങ്ങൾ തന്നെയാണ് ആദ്യമേ ശ്രദ്ധയിലേക്ക് വരുന്നത്. 2-ാം വത്തിക്കാൻ സൂനഹദോസ് പുറപ്പെടുവിച്ച ഏറ്റവും പ്രധാനപ്പെട്ട പ്രമാണരേഖ ജനതകൾക്ക് പ്രകാശം ലൂമൻ ജെൻസിയം എന്നറിയപ്പെടുന്ന സഭയെക്കുറിച്ചുള്ള പ്രബോധന രേഖയാണ്. അതിൻ്റെ 16-ാമത്തെ ഖണ്ഡികയിൽ സഭയും അക്രൈസ്തവരും എന്നൊരു ടൈറ്റിലിൽ ഇപ്രകാരമാണ് കാണുന്നത്: അവസാനമായി ഇതുവരെ സുവിശേഷം സ്വീകരിക്കാത്തവർ ദൈവജനത്തോട് വിവിധ തരത്തിൽ ബന്ധപ്പെട്ടിരിക്കുന്നു. അവിടെ യഹൂദരെക്കുറിച്ച് പറഞ്ഞതിന് ശേഷം അവരിൽ ഏറ്റവും പ്രധാനം അർഹിക്കുന്നവർ അബ്രാഹത്തിൻ്റെ വിശ്വാസം മുറുകെ പിടിക്കുന്നുവെന്ന് ഏറ്റുപറയുകയും കരുണാനിധിയും അന്ത്യദിനത്തിൽ മനുഷ്യരെ വിധിക്കാനിരിക്കുന്നവരുമായ ഏകദൈവത്തെ നമ്മോടൊത്ത് ആരാധിക്കുകയും ചെയ്യുന്ന മുസൽമാന്മാരാണ്. വളരെ വ്യക്തമാണ്. നമ്മോടൊത്ത് ഏകദൈവത്തെ ആരാധിക്കുന്ന മുസൽമാന്മാർ നമ്മളോട് അടുത്തിരിക്കുന്നു. നമ്മൾ രണ്ടു കൂട്ടരും ഒരേ ദൈവത്തെ ആരാധിക്കുന്നു എന്ന സൂചനയാണ് ഇവിടെ കിട്ടുക. അതിനേക്കാളും വ്യക്തമാണ് നോസ്ത്ര എത്താത്തെ അക്രൈസ്തവ സഭകളോടുള്ള നിലപാടിനെക്കുറിച്ച് കത്തോലിക്ക സഭ പ്രസിദ്ധീകരിച്ച വത്തിക്കാൻ സൂനഹദോസിൻ്റെ ഔദ്യോഗിക രേഖ നോസ്ത്ര എത്താത്തെ. അതിൽ 3-ാമത്തെ ഖണ്ഡിക ഇസ്ലാം മതത്തെക്കുറിച്ചാണ് പൂർണ്ണമായിട്ടും പറയുന്നത്. ഇസ്ലാമിക വിശ്വാസം ഏകനും സജീവനും അസ്തിത്വാത്മകനും കരുണാർദ്രനും സർവശക്തനും സ്വർഗഭൂലോകങ്ങളുടെ സൃഷ്ടാവും മനുഷ്യരോട് സംഭാഷിക്കുന്നവനുമായ ദൈവത്തെ ആരാധിക്കുന്നു. അവർ സസന്തോഷം സ്വയം ബന്ധപ്പെടുത്തുന്ന അബ്രാഹം ദൈവത്തിന് സ്വയം കീഴ്പ്പെട്ടതുപോലെ അവിടുത്തെ മറഞ്ഞിരിക്കുന്ന കൽപ്പനകൾക്ക് പോലും മുഴുമനസ്സോടെ കീഴ്വഴങ്ങാൻ പരിശ്രമിക്കുന്നു. ഇങ്ങനെ ദൈവത്തെ ആരാധിക്കുന്ന മുസ്ലിമുകളെ ബഹുമാനത്തോടെ സഭ വീക്ഷിക്കുന്നു. അപ്പോൾ ഈ രണ്ട് ഔദ്യോഗിക രേഖകൾ, വത്തിക്കാൻ സൂനഹദോസിൻ്റെ ഔദ്യോഗിക രേഖകൾ നൽകുന്ന ഒരു സൂചന ക്രിസ്ത്യാനികളും മുസ്ലിമുകളും ഒരേ ദൈവത്തെ തന്നെയാണ് ആരാധിക്കുന്നത്. ഇതിനു പുറമെ മാർപ്പാപ്പമാരുടെ പ്രഖ്യാപനങ്ങളുണ്ട്. ഉദാഹരണത്തിന് 985 ഓഗസ്റ്റ് 30-ാം തീയതി മൊറോക്കോയുടെ തലസ്ഥാനമായ കാസാബ്ലാങ്കയിൽ വെച്ച് ജോൺ പോൾ 2-ാമൻ മാർപ്പാപ്പ ഇപ്രകാരം പ്രഖ്യാപിക്കുകയുണ്ടായി: നമ്മൾ ഒരേ ദൈവത്തിൽ വിശ്വസിക്കുന്നു. ഇതുപോലെ തന്നെ ഫ്രാൻസിസ് മാർപ്പാപ്പ 2013 മാർച്ച് 20-ാം തീയതി ലോകമെമ്പാടുമുള്ള ക്രൈസ്തവ നേതാക്കളോട് സംസാരിക്കുമ്പോൾ കരുണാർദ്രനായ ദൈവത്തെ ആരാധിക്കുന്ന മുസ്ലിമുകൾക്ക് അഭിവാദനം. ഒരു പടി കൂടി മുന്നോട്ട് പോകുമ്പോൾ 2019 ഫെബ്രുവരി 4-ാം തീയതി അബുദാബിയിൽ വെച്ച് പുറപ്പെടുവിച്ച ആ രേഖയിൽ പ്രത്യേകം പറയുന്നുണ്ട്: ദൈവം ഏകനാണ് എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. ദൈവം കരുണാമയനാണ്, പരിപാലകനാണ്, സർവശക്തനും സൃഷ്ടാവുമാണ്. അപ്പോൾ ഈ വിശേഷണങ്ങളെല്ലാം കത്തോലിക്ക സഭയും മുസ്ലിമുകളും ഒരേ കാഴ്ചപ്പാടാണുള്ളത്, ഒരേ വിശ്വാസമാണുള്ളത് എന്നേറ്റു പറയുകയാണ്. ബൈബിളിൻ്റെ പിന്തുണയിലേക്ക് പോവുകയാണെങ്കിലും ഏറ്റവും വ്യക്തമായിട്ട് എടുത്തു കാണിക്കുന്നത് ദൈവം ഒരു മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ബൈബിളിൻ്റെ കേന്ദ്രമായിട്ട് നിൽക്കുന്നതാണ് ഞാൻ ആദ്യം വായിച്ചു. ഇസ്രായേൽ കേൾക്കുന്ന ദൈവമായ കർത്താവ് ഒരേ ഒരു കർത്താവാണ്. നിയമാവർത്തന പുസ്തകം 6-ാം അധ്യായം 4-ാമത്തെ വാക്യം എന്ന് പറയും ഇസ്രായേലിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കൽപ്പനയാണ്. എപ്പോഴും ഉരുവിടേണ്ട കൽപ്പന, ഏതു സാഹചര്യത്തിലും വിളിച്ചു പറയേണ്ട കൽപ്പന: ഷുമാ ഇസ്രായേൽ യാഹ്വേ എലോഹേനു യാഹ്വേ എഹാദ്. ഇസ്രായേലെ കേൾക്കുക, ദൈവമായ കർത്താവ് ഒരേ ഒരു കർത്താവാണ്. അപ്പോൾ ഏക ദൈവത്തിൽ വിശ്വസിക്കുന്നു. യഹൂദരും ക്രിസ്ത്യാനികളും മുസ്ലിമുകളും ഒരുപോലെ. അപ്പോൾ മുസ്ലിമുകൾ വിശ്വസിക്കുന്ന അള്ളാഹയും ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്ന ദൈവവും ഒരേ ദൈവം തന്നെയാണ് എന്ന് പറയേണ്ടി വരും. പക്ഷേ ഒരു പടി മുന്നോട്ട് പോകുമ്പോൾ
ദൈവം ഒന്നാണെങ്കിൽ ഈ ദൈവത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് എന്താണ്? ഒരേ പേരിൽ വിളിക്കുന്ന അല്ലെ വ്യത്യസ്ത പേരിൽ വിളിച്ച് അപേക്ഷിക്കുന്ന ഈ ദൈവം എന്ന് പറയുന്ന യാഥാർത്ഥ്യത്തിൻ്റെ സ്വഭാവം എന്താണ്? ആരാണ് ഈ ദൈവം? ഒരു ഭാഗത്ത് നോക്കുമ്പോൾ വളരെ വ്യക്തമാണ്, സ്രഷ്ടാവാണ്, കരുണാമയനാണ്, എല്ലാവരെയും പരിപാലിക്കുന്നവനാണ്, അന്തിമ വിധിയിൽ സമ്മാനിക്കുകയോ ശിക്ഷിക്കുകയോ ചെയ്യുന്നവനാണ്. നമുക്ക് ഒരുപടി മുന്നോട്ട് പോകാം. ദൈവം എന്ന പേര് മുസ്ലിമുകൾ ഉപയോഗിക്കുന്ന അള്ളാഹയുടെ പേര്, അള്ളാഹ് എന്ന പേരാണോ അതോ വാക്കാണോ? മുസ്ലിങ്ങളുടെ പ്രത്യേക വാർത്തയാണ് ലാ ഇലാഹ് ഇല്ലല്ലാ. ഈ അള്ളാഹ് അല്ലാതെ വേറെ ദൈവമില്ല എന്ന് പറയും. ഇലാഹാണ് ദൈവം. അപ്പോൾ അള്ളാഹ് ആരാണ്? അള്ളാഹ് ദൈവമാണോ അതോ ദൈവത്തിൻ്റെ പേരാണോ? ഇപ്പോൾ ദൈവമല്ലാതെ ദൈവമില്ല എന്ന് പറയുന്നതിന് അർത്ഥമില്ല. വാസ്തവത്തിൽ അള്ളാഹ് അല്ലാതെ ദൈവമില്ല എന്ന് പറയുമ്പോൾ അള്ളാഹ് എന്നത് ദൈവം എന്നല്ല ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ടത്, പേരാണ് എന്ന് വ്യക്തമാണ്. അപ്പോൾ ഇസ്രായേൽക്കാർ പറയുന്നല്ലേ, ഷുമാ ഇസ്രായേൽ യാവേ എലോഹേനു. യാഹ്വേ എന്ന് പേരാണ്, എലോഹേനു നമ്മുടെ ദൈവം. അപ്പോൾ യാഹ്വേ എന്ന പേര് ദൈവത്തോടുള്ള വലിയ ആദരവ് നിമിത്തം ഇസ്രായേൽക്കാർ ഉച്ചരിക്കാറില്ല. അപ്പോൾ യാഹ്വേ എന്ന ആ വാക്ക് കാണുമ്പോൾ അവർ അദോനായി എന്നാണ് ഉച്ചരിക്കുക. അദോനായി എന്ന് പറഞ്ഞാൽ എൻ്റെ കർത്താവ്, നമ്മുടെ കർത്താവ്. അദോനായി, നമ്മുടെ കർത്താവല്ലാതെ വേറെ ദൈവമില്ല. കർത്താവ് എന്നത് വാസ്തവത്തിൽ യാഹ്വേ എന്ന പേരിന് പകരമായിട്ട് കൊണ്ടുവന്നാണ്. യാഹ്വേ എന്ന പേര് ബഹുമാനത്വം കാരണം ഉച്ചരിക്കാതിരിക്കുമ്പോൾ അവർ അദോനായി എന്ന് പറയും. അതാണ് ലോർഡ് എന്ന് ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്യുന്നത്, കർത്താവ് എന്ന് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്യുക. പക്ഷേ ഒറിജിനൽ യാഹ്വേ എന്നാണ്. അപ്പോൾ യാഹ്വേ എന്ന പേരിന് സമാനമാണ് അള്ളാഹ് എന്ന പേര്. ഇപ്പോൾ രണ്ടും പേരുകളാണ്. ദൈവം എന്നല്ല രണ്ടിൻ്റെയും അർത്ഥം. യാഹ്വേ എന്ന ദൈവം എന്നല്ല അർത്ഥം, യാഹ്വേ എന്നാൽ കർത്താവ് എന്ന് പറയുന്നു. എന്താണ് അത് പിന്നീട് വിശദീകരിക്കും. അപ്പോൾ അള്ളാഹ് എന്ന് പറയുന്നത് ദൈവം എന്നല്ല അർത്ഥം, അള്ളാഹ് ഒരു പേരാണ്. എന്താണ് പേരിൻ്റെ അർത്ഥം? ആ പേരിന് ഒരാളുടെ പ്രവൃത്തിയിലൂടെ കാണുക. അള്ളാഹ് എന്ത് ചെയ്യുന്നു? അതാണ് കരുണാമയനാണ്, സ്രഷ്ടാവാണ്, വിധിയാളനാണ്, എല്ലാം. അപ്പോൾ ഈ ഒരു പേരിൽ വ്യത്യാസമുണ്ടെന്ന് ഓർക്കുക. അപ്പോൾ ഇസ്രായേൽ ബൈബിളിൽ കാണുന്ന യാഹ്വേക്ക് സമാന്തരമാണ് ഖുറാനിൽ കാണുന്ന മുസ്ലിങ്ങൾ വിശ്വസിക്കുന്ന അള്ളാഹ്. രണ്ടും പേരുകളാണ്, ദൈവം എന്നല്ല രണ്ടിൻ്റെയും അർത്ഥം. അപ്പോൾ ദൈവത്തിന് നൽകുന്ന പേരാണ്. ഇനി അള്ളാഹ് എവിടുന്ന് വന്നു എന്ന ചോദ്യങ്ങൾക്ക് ഒരുപാട് ഉത്തരം കൊടുക്കാറുണ്ട്. ഇസ്ലാം മത സ്ഥാപകനായ മുഹമ്മദിൻ്റെ ഗോത്രത്തിൽ, ഖുറേഷി ഗോത്രത്തിൻ്റെ 360 ദേവതകളിൽ ഒന്നായിരുന്ന അല്ലാത്ത എന്ന ദേവതയാണ്, അല്ലെങ്കിൽ ചന്ദ്രദേവനെയാണ് അള്ളാഹ് ആക്കി ചിത്രീകരിച്ചതെന്ന് പറയുന്നവരുണ്ട്. കൃത്യമായും അതായിരിക്കണം എന്നില്ല. ചന്ദ്രനോടുള്ള പ്രാധാന്യം ഒരുപക്ഷേ കാലാവസ്ഥയുമായി ബന്ധപ്പെട്ടതായിരിക്കാം. ഏതായാലും ഈ പേരാണെന്ന് ഓർക്കുക. അള്ളാഹ് എന്നാൽ ദൈവം എന്നല്ല അർത്ഥം. അള്ളാഹയെക്കുറിച്ച് മുസ്ലിങ്ങൾ പറയുന്നതും ദൈവത്തെക്കുറിച്ച് ക്രിസ്ത്യാനികൾ പറയുന്നതും തമ്മിൽ ഏറെ വ്യത്യാസമുണ്ടെന്ന് ഓർക്കുക. ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം ദൈവത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് ലഭിക്കുന്ന ബൈബിളിലൂടെയാണ്. ആ ബൈബിൾ എന്ന് പറയുന്നത് 73 ഗ്രന്ഥങ്ങളുടെ ഒരു സമാഹാരമാണ്. ആദ്യത്തെ ഭാഗം പഴയ നിയമം എന്ന് പറയും 46 പുസ്തകം, രണ്ടാം ഭാഗം പുതിയ നിയമം എന്ന് പറയും 27 പുസ്തകം. ഇപ്പോൾ ഈ ഉൽപ്പത്തി മുതൽ വെളിപാട് വരെയുള്ള 73 പുസ്തകങ്ങളുടെ ദൈവത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടിൽ ക്രമപ്രബുദ്ധമായ തുടർച്ചയായിട്ടുള്ള ഒരു ഡെവലപ്മെൻറ്റ് കാണും. ആദ്യത്തെ അധ്യായത്തിൽ കാണുന്ന പോലെ ആയിരിക്കില്ല അവസാനത്തെ അധ്യായത്തിൽ കാണുക. ആളൊന്നു തന്നെയെങ്കിലും ആളിനെക്കുറിച്ചുള്ള വിവരണത്തിൽ, വെളിപ്പെടുത്തലുകളിൽ ഒരുപാട് വളർച്ച കാണുന്നുണ്ട്. അതുകൊണ്ട് ഇസ്രായേൽക്കാർ ആരാധിച്ചിരുന്ന യാഹ്വേ ആണോ ക്രിസ്ത്യാനികൾ ആരാധിക്കുന്നത്? അടുത്ത കാലത്തിലുള്ള ചോദിക്കുണ്ടായി, യാഹ്വേ ദൈവമാണോ? തീർച്ചയായിട്ടും യാഹ്വേ ദൈവമാണ്. അപ്പോൾ യേശു ഒരിക്കലും യാഹ്വേ എന്ന് വിളിച്ചിട്ടില്ല, പിതാവിനാണ് വിളിക്കുക. അതുകൊണ്ട് ഓർക്കേണ്ടത്, പഴയ നിയമത്തിൽ നിന്ന് പുതിയ നിയമത്തിലേക്ക് വരുമ്പോഴേക്കും ഈ ദൈവത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടിൽ കാതലായ വളർച്ചയുണ്ടായിട്ടുണ്ട്. വ്യത്യാസം എന്ന് പറയാം, വളർച്ചയുണ്ട്. ആദ്യമേ ദൈവം, നമ്മൾ ഓർക്കുക, അവരുടെ ഒന്നാമത്തെ പ്രമാണം ഞാൻ വായിച്ചതാണ്. അടിമത്തത്തിൻ്റെ ഭവനമായ ഈജിപ്തിൽ നിന്നെ പുറത്തു കൊണ്ടുവന്ന ഞാനാണ് നിൻ്റെ ദൈവമായ കർത്താവ്. ഞാനാണ് നിൻ്റെ ദൈവമായ കർത്താവ്. അപ്പം മറ്റുള്ളവർക്ക് വേറെ ദൈവങ്ങൾ ഉണ്ടാകാമെന്നുള്ള സൂചനയല്ലേ? ഇസ്രായേലിനൊരു ദൈവമേ ഉള്ളൂ. ഇസ്രായേലിൻ്റെ ദൈവം ഇസ്രായേലിൻ്റെക്കാരുടെ, മറ്റുള്ളവർക്ക് മറ്റു ദൈവങ്ങൾ. ഇപ്പോൾ കാനാൻ ദേശത്തേക്ക് ഇസ്രായേൽക്കാർ കടന്നു വരുമ്പോൾ കാനാൻ ദേശത്ത് ബാൽ ആരാധന ഉണ്ടായിരുന്നു, മറ്റനേകം ദേവതകളെ ആരാധിച്ചിരുന്നു. ഓരോ ആകാശ ഗോളങ്ങളെയും ആരാധിച്ചിരുന്ന ജനങ്ങളുണ്ട്, മൃഗങ്ങളെയും പക്ഷികളെയും ഒക്കെ ആരാധിച്ചിരുന്നുണ്ട്, ദൈവങ്ങളെ ആരാധിച്ചിരുന്നു. അപ്പോൾ ആ ബഹുദൈവ ആരാധന നിലനിന്നൊരു സാഹചര്യത്തിൽ ഇസ്രായേൽക്കാരോട് പറയും, ഞാനാണ് നിങ്ങളുടെ ദൈവമായ കർത്താവ്. ആ ദൈവമായ കർത്താവ് എന്ന പേര് തന്നെ മോശയ്ക്ക് വെളിപ്പെടുത്തി കൊടുക്കുന്നതാണ്. അത് പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം 14-15 വാക്യങ്ങളാണ് പറയുക. മോശയ്ക്ക് ദൈവം പ്രത്യക്ഷപ്പെടുന്നു, ദൈവം കാണുന്നില്ല, മുൾപ്പടർപ്പിൽ ദൈവിക സാന്നിധ്യം അനുഭവപ്പെടുന്നു. അപ്പോൾ മോശയോട് പറയും, നിന്നെ എൻ്റെ ജനത്തിൻ്റെ ക്ലേശങ്ങൾ ഞാൻ കണ്ടു, ആ ജനത്തെ നീ മോചിപ്പിക്കണം. അപ്പോൾ മോശ ചോദിക്കും, ഞാൻ ചെന്ന് എൻ്റെ പിതാക്കന്മാരുടെ ദൈവം എന്നെ അയച്ചു എന്ന് പറയാം, എന്താണ് അവിടുത്തെ പേര് എന്ന് ചോദിച്ചാൽ ഞാനെന്ത് പറയണം? അപ്പോഴാണ് പറയുക,
ഇഹിയെ അഷേർ ഇഹിയെ, ഐ ആം ഹൂ ഐ ആം, ഞാൻ തന്നെ. അതൊരു നിർവചനമാണ്. നീ ആരാണെന്ന് ചോദിക്കുമ്പോൾ ഞാൻ, അതാണ് യാഹ്വേ എന്ന് വിവർത്തനം ചെയ്യുക. യാഹ്വേ എന്ന് പറഞ്ഞാൽ ഞാൻ എന്നേ അർത്ഥമുള്ളൂ. അതൊരു പേരാകുന്നത് എങ്ങനെയാണ്? അപ്പോൾ ഈ ദൈവത്തെ എങ്ങനെ അറിയും? ഇനി പേരിൻ്റെ അർത്ഥം എന്താണ്? പേരൊരു നിർവചനമാണ്. ഇതൊരു കടലാസ് കഷ്ണമാണ്. അതേസമയം ഇതൊരു നോട്ട് കൂടിയാണ്. അപ്പം നമ്മൾ പേര് കൊടുക്കുമ്പോൾ ഒരു നിർവചിക്കുകയാണ് വസ്തുവിനെ. ഒരു വെളുത്ത കടലാസ് കഷ്ണം, ഇതൊരു പുസ്തകം, ഒരു ചോക്ക്, അറിയാം എന്താണെന്ന്. പക്ഷേ ഈ പേര് കൊടുക്കുമ്പോൾ നമ്മൾ വേറൊന്നുകൂടിയുണ്ട്. ഈ പേരിൻ്റെ കടലാസിന് ലക്ഷ്യമുണ്ട്. ഇത് എഴുതാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുക. അപ്പോൾ പേരിടുമ്പോൾ പേരിന് ലക്ഷ്യമുണ്ട്. ആ പേരിടുന്ന ആളിൻ്റെ സ്വപ്നവുമുണ്ട്. ഒരു നിർവചനമാണ്, ഒരു സ്വപ്നമാണ്, ലക്ഷ്യമാണ് എന്ന് പറഞ്ഞതുപോലെ എങ്ങനെയാണ് ഇതറിയുക? ഇത് യാഹ്വേ ദൈവം ആരാണെന്ന് എങ്ങനെ അറിയും? പേര് കേട്ടതുകൊണ്ട് മനസ്സിലാക്കാൻ പറ്റുമോ? നിങ്ങൾ രാത്രിയായി മുറി അടച്ച് കിടക്കുകയാണ്. ഒരാളൊന്ന് മുറിയിൽ വാതിക്കൽ മുട്ടുന്നു. ആരാ? അത് പറയും ഞാനാന്ന് പറഞ്ഞാൽ ആരാ? ശബ്ദം കേട്ട് മനസ്സിലാവുന്നുണ്ടെങ്കിൽ അറിയാം. അല്ല, ഞാൻ മൈക്കിളാണ്. ഏത് മൈക്കിൾ? എവിടുന്ന് മൈക്കിൾ? അറിയില്ല. അപ്പോൾ എങ്ങനെയാണ് ഒരു വ്യക്തിയെ തിരിച്ചറിയുക? മോശ ചോദിച്ചു, നീ ആരാണ്? ഞാനാണ്. അപ്പോൾ എങ്ങനെ അറിയും? നിങ്ങളെ കരുത്തുറ്റ കരം നീട്ടി അടിമത്തത്തിൻ്റെ ഭവനത്തിൽ നിന്ന് പുറത്ത് ഞാൻ കൊണ്ടുവന്ന് കഴിയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കും ഞാൻ ആരാണെന്ന്. ഇപ്പോൾ പ്രവൃത്തിയിലൂടെ സ്വയം വെളിപ്പെടുത്തുന്നവനാണ് ദൈവം. എന്താണ് ആ പ്രവൃത്തി? ഇസ്രായേൽക്കാരെ സംബന്ധിച്ച് ആദ്യം അത് വിമോചനമായിരുന്നു. ഒരു പടി കൂടി പിന്നോട്ട് പോകുമ്പോഴേക്കും പിതാക്കന്മാരെ വിളിക്കുന്ന ദൈവമായി ഒരു പടി കൂടി പിന്നോട്ട് പോകുമ്പോഴേക്കും സ്രഷ്ടാവാണ്. അനുഭവങ്ങളിലൂടെ അല്ലെങ്കിൽ പ്രവർത്തനങ്ങളിലൂടെ സ്വയം വെളിപ്പെടുത്തുന്നവനാണ് ദൈവം. ആ ദൈവത്തിൻ്റെ പേരാണ് യാഹ്വേ. ആ ദൈവം ഏകനാണ്. പക്ഷേ ആ ദൈവത്തിൻ്റെ ഏകത്വത്തിൽ ഒരു ബഹുത്വം കാണും, സാവകാശം. ആ ദൈവം പറയുന്നു. ദൈവത്തിൻ്റെ ചൈതന്യം ജലത്തിനും ഇതേ ചലിക്കുന്നു. 1-ാമത്തെ അധ്യായത്തിന് ഉൽപ്പത്തി പുസ്തകത്തിലുണ്ട്. അപ്പോഴേ ദൈവത്തെ സംബന്ധിച്ച് ആദ്യമേ ഓർക്കേണ്ട കാര്യം, ഈ ബൈബിളിലെ ദൈവത്തിന് പേരുണ്ട്, യാഹ്വേ എന്നാണ് ആ പേര്. അത് വെളിപ്പെടുത്തപ്പെട്ടത് സാവകാശമാണ്. പക്ഷേ ഈ വെളിപ്പെടുത്തുമ്പോൾ ആ വെളിപ്പെടുത്തലിൽ പടിപടിയായിട്ട് ഒരു വളർച്ച കാണും. യാഹ്വേ എന്ന പേര്. അപ്പോൾ അള്ളാഹു എന്ന പേര് ആര് വെളിപ്പെടുത്തി? വിളിക്കുന്നു അള്ളാഹു. എന്താണ് അള്ളാഹു? അള്ളാഹുവിൻ്റെ സ്വഭാവം എന്താണ്? പറയുന്നത് കാരുണികനാണെല്ലാം. ഒരേ ഒരാളേ ഉള്ളൂ, വ്യത്യാസമൊന്നുമില്ല. ബൈബിളിലെ ദൈവം ചരിത്രത്തിലൂടെ സ്വയം വെളിപ്പെടുത്തുന്നവനാണ് എന്ന് നമ്മൾ കണ്ടു. ഈ ചരിത്രത്തിലൂടെ വെളിപ്പെടുത്തുന്ന ദൈവത്തിൻ്റെ പേരാണ് യാഹ്വേ. യാഹ്വേ എന്ന പേര് ആദരവ് മൂലം യഹൂദർ ഉച്ചരിക്കാറുണ്ടായിരുന്നില്ല. അതിനു പകരം അദോനായി അഥവാ കർത്താവ് എന്ന് ഉച്ചരിക്കും, എന്ന് പറയും. ഇനി ആരാണ് ഈ ദൈവം? എന്താണ് ദൈവം ചെയ്യുന്നത്? അത് നമ്മൾ പടിപടിയായിട്ട് കാണും. ഇസ്രായേൽ ചരിത്രത്തിൻ്റെ ആരംഭത്തിൽ കാണുന്ന ഇസ്രായേൽ ഒരു ജനമാകുന്നത് സീനായി മലയുടെ അടിവാരത്ത് വെച്ചാണ്. അപ്പോൾ അവരുടെ ഏറ്റവും ആദ്യത്തെ അനുഭവം തങ്ങളെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിച്ച ദൈവമാണ്. അതാണ് പ്രമാണങ്ങളുടെ ആദ്യത്തെ പട്ടികയായിട്ട്. ഈജിപ്തിൽ നിന്ന് മോചിപ്പിച്ച ദൈവമാണ്, കർത്താവാണ് ഞാൻ. പക്ഷേ ഈജിപ്തിൽ നിന്ന് മോചിപ്പിച്ച ദൈവം ഈ ആരെയാണ് മോചിപ്പിക്കുക? അവിടെ അടിമകളായിരുന്നവരാണ്. ആരാണ് ഈ അടിമകൾ? അവരെങ്ങനെയാണ് ഈജിപ്തിലെത്തിയത്? അതെല്ലാം ഉൽപ്പത്തി പുസ്തകത്തിൽ പറഞ്ഞു വെക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ പിതാവായ അബ്രാഹമായിരുന്നു. അബ്രാഹത്തിന് ദൈവം വാഗ്ദാനം കൊടുത്തിരുന്നു. ഇനി അബ്രാഹത്തിന് പിന്നിലേക്ക് പോയാൽ സൃഷ്ടികർമ്മം വരെ ഉണ്ടാവും. അപ്പോൾ പ്രപഞ്ച സൃഷ്ടി മുതൽ ഇങ്ങോട്ട് പടിപടിയായി സ്വയം ദൈവം വെളിപ്പെടുത്തുന്നു. ആ ഏകദൈവമാണ് എന്ന് പറയുമ്പോഴും ആ ദൈവത്തിൻ്റെ ഉള്ളിൽ എങ്ങനെയോ ഒരു ബഹുത്വം ഉണ്ട് എന്ന സൂചനയും ആരംഭം മുതലേ കാണും. അത് വെളിവാകുന്നത്, വ്യക്തമാകുന്നത് പിന്നീടാണ്. ഇവിടെ പറയുന്ന ആദ്യത്തെ വാക്യമാണ് ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 1-2 വാക്യങ്ങൾ. ദൈവം ആദിയിൽ ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. എലോഹിം എന്ന വാക്കാണ് ഇവിടെ ഉപയോഗിക്കുക. ദൈവം ആദിയിൽ ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഭൂമി രൂപരഹിതവും ശൂന്യവുമായിരുന്നു. ആഴത്തിന് മുകളിൽ അന്ധകാരം വ്യാപിച്ചിരുന്നു. ദൈവത്തിൻ്റെ ചൈതന്യം വെള്ളത്തിന് മീതെ ചലിച്ചുകൊണ്ടിരുന്നതാണ് ഈ ചൈതന്യം. റുവാഹ് എന്നാണ് പദം. റുവാഹ് എന്ന സ്പിരിറ്റ് എന്നാണ്, പെനയുമായെന്ന് ഗ്രീക്കിൽ പറയും. ദൈവത്തിൻ്റെ ചൈതന്യം, അത് ദൈവമാണ്, ദൈവത്തിൻ്റെ ചൈതന്യമാണ്. പക്ഷേ എന്തോ ഒരു വ്യത്യസ്തതയുണ്ട്. പിന്നീട് പറയും അരുളി ചെയ്തു. അപ്പോൾ ദൈവത്തിൻ്റെ വചനം സംസാരിക്കുന്നു, ദൈവം പറയുന്നു, ദൈവത്തിൻ്റെ ചൈതന്യം. അപ്പോൾ ദൈവം സംസാരിക്കുന്ന ദൈവവും ഈ വാക്കും ഒന്നാണോ അത് രണ്ടാണോ? ഒന്നെന്നും രണ്ടെന്നും പറയാം. അതുപോലെ ഈ ചൈതന്യം ദൈവമാണോ ദൈവത്തിൻ്റെ ചൈതന്യമാണോ? ഇപ്പോൾ തുടക്കം മുതലേ ഒരു അവ്യക്തത നിലനിൽക്കുന്നുണ്ട്. അതാണ് പടിപടിയായിട്ട് വെളിപ്പെടുത്തി കൊടുക്കുക. മോശയോട് പറയും, നിങ്ങളെ മോചിപ്പിച്ച ദൈവമായ കർത്താവ് ഞാനാണ്. കർത്താവിൻ്റെ പേര് കൊടുക്കുന്നു. ഇനി അങ്ങോട്ട് ചരിത്രത്തിലൂടെ സാവകാശം വെളിപ്പെടും. ഈ കർത്താവ് ആരാണ്? ഇപ്പോൾ പഴയ നിയമം എന്ന് പറയുന്ന ഈ ബൈബിളിൻ്റെ ഭാഗത്ത് ദൈവത്തിൻ്റെ ഏകത്വത്തിനാണ് പ്രാധാന്യം കൊടുക്കുക. ദൈവം ഒരുവൻ മാത്രമേ ഉള്ളൂ. ഇസ്രായേലുകൾക്ക് ദൈവമായ കർത്താവ് ഒരേ ഒരു കർത്താവാണ്, നിൻ്റെ ദൈവമായ കർത്താവ്. പക്ഷേ ആ ഒരു കാഴ്ചപ്പാടിൽ നിന്ന് അല്പം കൂടി മുന്നോട്ട് പോകും
പ്രവാസകാലമാകുമ്പോൾ, പ്രവാസമെന്ന് പറഞ്ഞാൽ BC 587 ഇസ്രായേൽക്കാർക്ക് രാജ്യം നഷ്ടപ്പെട്ടു. ബാബിലോൺ ഇസ്രായേലിനെ കീഴടക്കി ജെറൂസലം നശിപ്പിച്ചു. ആയിരക്കണക്കിന് ആളുകൾ തടവുകാരായി ബാബിലോണിലേക്ക് കൊണ്ടുപോയി. അങ്ങനെ ബാബിലോണിലെ പ്രവാസം ആരംഭിക്കുന്നു. അവിടെ ചെല്ലുമ്പോൾ അവർക്ക് പുതിയൊരു വെളിപാട് കിട്ടുകയാണ്. ഇതുവരെ ഓരോ ജനതയ്ക്കും തങ്ങളുടേതായ ദൈവം എന്ന് കാഴ്ചപ്പാടുണ്ടായി. ഇസ്രായേൽക്കാർക്ക് ഇസ്രായേൽക്കാരുടെ ദൈവം, ഈജിപ്തുകാർക്ക് ഈജിപ്തുകാരുടെ ദൈവം, ബാബിലോൺകാർക്ക് ബാബിലോൺകാരുടെ ദൈവം. പക്ഷേ ഈ ദൈവങ്ങൾ തമ്മിലുള്ള യുദ്ധമാണ് ജനങ്ങൾ തമ്മിലുള്ള യുദ്ധമായിട്ടാണ് കണക്കാക്കിയത്. അതുകൊണ്ട് പക്ഷേ ഇസ്രായേലിൻ്റെ ദൈവമാണ് ഏറ്റവും ശക്തനായ ദൈവം. ഈജിപ്തിൻ്റെ ദൈവത്തെക്കാൾ ശക്തനാണ് ഇസ്രായേൽക്കാരുടെ ദൈവം. അതുകൊണ്ടാണല്ലോ തോൽപ്പിക്കാൻ സാധിക്കുന്നത്. കാനാൻകാരുടെ ദൈവത്തെക്കാൾ ശക്തനാണ് ഇസ്രായേൽ ദൈവം. സർവ്വശക്തൻ, ഏറ്റവും ശക്തനായ ദൈവം ഇസ്രായേൽക്കാരുടെ ദൈവമെന്നാണ് അവരുടെ കാഴ്ചപ്പാട്. അങ്ങനെ വിളിച്ചേക്കും മറ്റുള്ളവർക്ക് ദൈവങ്ങളുണ്ട്, ആ ദൈവങ്ങൾ തന്നെ, പക്ഷേ അവർക്ക് ശക്തിയില്ല. ഇസ്രായേൽക്കാരുടെ ദൈവമാണ് ഏറ്റവും ശക്തൻ. പക്ഷേ പ്രവാസകാലമാകുമ്പോഴേക്കും സംഗതികൾക്കാകെ മാറ്റം ഉണ്ടാവുകയാണ്. ഇവർക്ക് മനസ്സിലാവുന്ന വിധത്തിൽ ഇസ്രായേലിൻ്റെ ദൈവം മറ്റ് ദൈവങ്ങളെക്കാൾ ശക്തനെന്ന് മാത്രമല്ല, ഏക ദൈവമാണ്. മറ്റതൊന്നും ദൈവമല്ല. ഈ ദൈവമെന്ന് പറയുന്നതെങ്കിലും അതൊന്നും ദൈവമല്ല. ഈജിപ്തുകാർ ആരാധിക്കുന്ന ചന്ദ്രനോ സൂര്യനോ അല്ലെങ്കിൽ കാനാൻകാർ ആരാധിക്കുന്ന ബാലോ ഇതൊന്നും ദൈവമല്ല. യഥാർത്ഥ ദൈവം ഒരുവൻ മാത്രമേ ഉള്ളൂ. ആ ദൈവത്തെയാണ് യാഹ്വേ എന്ന് വിളിക്കുക. യാഹ്വേ എല്ലാവരുടെ ദൈവമാണ്. അപ്പോൾ ഇസ്രായേൽ ജനത്തിന് മാത്രം ദൈവമല്ല, ബാബിലോൺകാരുടെയും കാനാൻകാരുടെയും ഈജിപ്തുകാരുടെയും എല്ലാം ദൈവം ഈ ഒരുവൻ തന്നെയാണ്. അപ്പോൾ യാഹ്വയാണ് എല്ലാവരുടെയും ദൈവം. അതുകൊണ്ട് ഇസ്രായേലിനെ വിളിച്ചിരിക്കുന്നതിൻ്റെ ഉദ്ദേശം, നിങ്ങൾ എനിക്ക് സാക്ഷികളാകണം, ലോകത്തിൻ്റെ ദീപമാകണം, എൻ്റെ ദാസനായി ഞാൻ സ്വീകരിച്ചിരിക്കുന്ന ഏഷ്യായുടെ പുസ്തകമൊക്കെ കാണും. ഏഷ്യ 40 അധ്യായങ്ങളിൽ പ്രത്യേകമായിട്ട് എടുത്തു കാണിക്കുന്ന ഈ ഒരു വെളിപാടാണ്. അനേക ദൈവങ്ങളിൽ ഒരുവനല്ല, അനേക ദൈവങ്ങളിൽ ഏറ്റവും ശക്തനും മാത്രമല്ല, ഏക ദൈവമാണ് ഇസ്രായേൽക്കാർ ആരാധിക്കുന്ന യാഹ്വേ, മറ്റാരും ദൈവമല്ല. ഈ ഒരു കാഴ്ചപ്പാടാണ് പഴയ നിയമത്തിൽ കേന്ദ്രമായി നിൽക്കുക. സ്രഷ്ടാവായ ദൈവം, വിമോചകനായ ദൈവം, യാഹ്വേ എന്ന് പേര് വിളിക്കുന്ന ദൈവം, ആ ദൈവം എല്ലാവരുടെയും ദൈവമാണ്. പക്ഷേ ഈ ദൈവം ഏകനെന്ന് പറയുമ്പോഴും ഇതിൻ്റെ പിന്നിലും മനസ്സിലാവാത്ത ചില സൂചനകളുണ്ട്. ഒന്നാമത്തെ അധ്യായത്തിൽ കണ്ടതുപോലെ ദൈവത്തിൻ്റെ ചൈതന്യം, ദൈവത്തിൻ്റെ വചനം. പ്രവാചകന്മാരെ വിളിക്കുമ്പോൾ പറയും ദ വേർഡ് ഓഫ് ദ ലോർഡ് കെയിം ടു, ദൈവത്തിൻ്റെ വചനം പ്രവാചകനിലേക്ക് വന്നു എന്നാണ് പറയുക. എന്തോ ദൈവത്തിന് വ്യത്യസ്തവും അതേസമയം ദൈവവുമായിട്ടുള്ള ആ ഒരു വചനത്തെക്കുറിച്ച് സൂചനയുണ്ട്. ദൈവത്തിൻ്റെ ആത്മാവിനെക്കുറിച്ച്, വചനത്തെക്കുറിച്ച്. അപ്പോൾ വ്യക്തമല്ല, പക്ഷേ ഒന്നിൻ്റെ ഉള്ളിൽ തന്നെ എന്തോ ഒരു ബഹുത്വമുണ്ട് എന്ന് പഴയ നിയമത്തിൽ കാണും. ഇനി പുതിയ നിയമത്തിലേക്ക് വരുമ്പോഴേക്കും യാഹ്വേ എന്ന പദം അധികം ഉപയോഗിക്കാറില്ല. ദൈവമെന്ന് പറയും, കർത്താവ് എന്ന് പറയുന്നുണ്ട്, കർത്താവിനോട് അരുളി ചെയ്തു പറയുമ്പോഴത്തേക്ക് സങ്കീർത്തനം യേശു എന്നെ ഉദ്ധരിക്കുന്നുണ്ട്. പക്ഷേ പുതിയ നിയമത്തിൽ വരുമ്പോഴും ഓർക്കുക, ഈ ക്രിസ്ത്യാനികളായ മജോറിറ്റി യഹൂദരായിരുന്നു. യേശു യഹൂദനായിരുന്നു, യേശുവിൻ്റെ മാതാപിതാക്കൾ യോസഫ് മറിയവും യഹൂദരായിരുന്നു, യേശുവിൻ്റെ ശിഷ്യന്മാർ യഹൂദരായിരുന്നു. അവരെല്ലാം ഉറച്ച ഏകദൈവ വിശ്വാസികളുമായിരുന്നു. പക്ഷേ ഈ ഏകദൈവ വിശ്വാസികൾക്ക് യേശുവിനെ എങ്ങനെയോ മനസ്സിലാക്കാനായിട്ട് പ്രയാസമാണ്. നമ്മൾ തൃത്വത്തെക്കുറിച്ച് പറയുമ്പോൾ കൂടുതൽ വിശദമായിട്ട് കാണുന്നതാണ്. പക്ഷേ ഇവിടെ ഈ ക്രിസ്ത്യാനികൾ വിളിക്കുന്ന ദൈവം ആരാണ്? യേശു ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്നില്ലേ? അപ്പോഴേ യേശു പിതാവേ എന്ന് വിളിക്കുന്നത് പിതാവാണെങ്കിൽ യേശു പുത്രനാണ്. അപ്പോൾ അത് ദൈവമാണോ? അപ്പോൾ എത്ര ദൈവമുണ്ട്? അപ്പോൾ ഇസ്ലാമികൾക്ക് ഒരിക്കലും സ്വീകരിക്കാൻ സാധിക്കാത്ത ഒന്നാണ് ദൈവത്തിലൊരു ബഹുത്വം എന്നത്. ഇസ്രായേലികൾക്ക് അത് യഹൂദർക്കും ഒരിക്കലും സാധിച്ചില്ല. ഓർക്കുക, യേശുവിനെ സാൻഹദ്രിൻ സംഘം വധശിക്ഷയ്ക്ക് വിധിക്കാൻ കാരണം ഈ ഒരു നിലപാടാണ്. യേശുവിനെക്കുറിച്ച് ഒരുപാട് ആരോപണം ഉണ്ടായി. അവൻ നിയമം ലംഘിക്കുന്നു, സാബത്ത് ആചരിക്കുന്നില്ല, കൈ കഴുകാതെ ഭക്ഷിക്കുന്നു, ചുങ്കക്കാരോട് കൂട്ടുകൂടുന്നു, ഒത്തിരി കാര്യങ്ങൾ. പക്ഷേ ഇതിനേക്കാളൊക്കെ പ്രധാനം, അവൻ ദൈവത്തിൻ്റെതായ അധികാരം ഉപയോഗിക്കുന്നു. അത് യേശുവിനെ ചോദ്യം ചെയ്തു. അതാണ് സാൻഹദ്രിൻ സംഘത്തിലെ ചോദ്യം. ജീവനുള്ള ദൈവത്തിൻ്റെ നാമത്തിൽ ഞാൻ ആണയിട്ട് ചോദിക്കുന്നു, നീ ദൈവത്തിൻ്റെ പുത്രനാണോ? ദൈവത്തിന് തുല്യനായ ദൈവത്തിൻ്റെ പുത്രനാണോ? സാൻഹദ്രിൻ സംഘം സുപ്രീം കോടതിയാണ്, അതിൽ ചീഫ് ജസ്റ്റിസാണ്, പ്രധാന പുരോഹിതൻ ചോദിക്കുകയാണ്. യേശു മറുപടി പറഞ്ഞു, അതെ. അപ്പോൾ എന്തു മനസ്സിലാക്കണം? പ്രധാന പുരോഹിതൻ കേട്ടു. ഇപ്പോഴാണ് പറയുക, ഷുമാ ഇസ്രായേൽ അദോനായ എലോഹേനു അദോനായ യഹോവ. ഇസ്രായേലുകൾക്ക് നമ്മുടെ ദൈവമായ കർത്താവ് ഒരേ ഒരു കർത്താവാണെന്ന് പറഞ്ഞ് വസ്ത്രം വലിച്ചു കീറുകയാണ്. ദൈവദൂഷണം കേട്ടിരിക്കുന്നു, നിങ്ങൾക്കെന്ത് തോന്നുന്നു? അവൻ മരണശിക്ഷ അർഹിക്കുന്നു. എല്ലാവരും പറഞ്ഞു. ഒന്നുകിൽ യേശു ദൈവദൂഷണം പറഞ്ഞതാണ്, അല്ലെങ്കിൽ യേശു പറഞ്ഞത് സത്യമാണ്. യേശു പറഞ്ഞത് സത്യമാണെന്നുണ്ടെങ്കിൽ എത്ര ദൈവമെന്ന ചോദ്യം ഉന്നയിക്കും. ഞാൻ ദൈവത്തിൻ്റെ പുത്രനാണ്, തുല്യനായ പുത്രനാണെന്ന് പറയുമ്പോഴേക്കും അവരുദ്ദേശിച്ചിരുന്ന വിശ്വസിച്ചിരുന്ന യാഹ്വേ തന്നെയാണോ ഇവിടെ നിൽക്കുന്നത്? അല്ല, പിന്നെ ആരാണ്? ഒന്നുകിൽ ഇവർ ദൈവദൂഷകനാണ്, അല്ലെങ്കിൽ പറയുന്നത് സത്യമാണ്. ആ സത്യം മനസ്സിലാക്കാൻ ഒരുപാട് കാലമെടുത്തു.
ബൈബിളിൽ പ്രത്യേകിച്ചും പഴയ നിയമത്തിൽ കാണുന്ന യാഹ്വയും പുതിയ നിയമത്തിൽ കാണുന്ന ദൈവത്തിൻ്റെ കാഴ്ചപ്പാടും തമ്മിൽ ബന്ധമുണ്ട്, സാമ്യമുണ്ട്, പക്ഷേ വ്യത്യാസമുണ്ട്. എന്ന് പറഞ്ഞതുപോലെ മുസ്ലിമുകൾ ആരാധിക്കുന്ന ഏകദൈവവും ക്രിസ്ത്യാനികൾ ആരാധിക്കുന്ന ദൈവവും ഒന്ന് തന്നെയാണ്, തീർച്ചയായിട്ടും ഒന്നാണ്. പക്ഷേ ആ ഒരു ദൈവത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകളിൽ കാതലായ വ്യത്യാസമുണ്ട്. മുസ്ലിമുകളുടെ ആരാധനയുടെ വിഷയം ഒരു വാക്യം ഞാൻ ഉച്ചരിക്കട്ടെ. ഖുറാൻ്റെ 112 അധ്യായം അൽ ഇഖ്ലാസ് എന്ന സൂറയാണ്. എല്ലാ അധ്യായങ്ങളും ആരംഭിക്കുന്നതിനാണ് അളവറ്റ ദയാവരനും കരുണാവാധ്യവുമായ അള്ളാഹുവിൻ്റെ നാമത്തിൽ. ഇതാ 4 വാക്യങ്ങളേ ഉള്ളൂ ഈ സൂറായ്ക്ക്. ഇപ്രകാരമാണ് പറയുക. 112 പ്രഖ്യാപിക്കുക, അവൻ അള്ളാഹു ആകുന്നു, ഏകൻ. അള്ളാഹു ആരുടെയും ആശ്രയം വേണ്ടാത്തവനും എല്ലാവരാലും ആശ്രയിക്കപ്പെടുന്നവനുമാകുന്നു. അവന് സന്തതി ഏതുമില്ല, അവൻ ആരുടെയും സന്താനവുമല്ല, അവന് തുല്യനായും ആരുമില്ല. വളരെ വ്യക്തമാണ്. ദൈവം ഒരുവൻ മാത്രം. ഏകദൈവത്തിൽ വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും സഭ പറഞ്ഞതും വത്തിക്കാൻ സിനോദോസ് പറഞ്ഞതും മാർപ്പാപ്പ പറഞ്ഞതും എല്ലാം ശരിയാണ്. ദൈവം ഒരുവൻ മാത്രം. പക്ഷേ അവിടെ നിൽക്കുന്നു ഈ ഒരുവൻ എങ്ങനെയാണ്? ആരാണ് ഈ ഒരുവൻ? ആ ദൈവത്തിൻ്റെ സ്വഭാവത്തെക്കുറിച്ച്, ദൈവത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടിലേക്ക് വരുമ്പോൾ ക്രിസ്ത്യാനികളുടെ കാഴ്ചപ്പാടും മുസ്ലിമുകളുടേതായിട്ട് ഒരുപാട് വ്യത്യാസമുണ്ട്. ക്രിസ്ത്യാനികളെ സംബന്ധിച്ച് ദൈവം ഏകനാണ്, അതേസമയം ത്രിയേകനാണ്. ദൈവം പിതാവാണ്, ദൈവം പുത്രനാണ്, ദൈവം പരിശുദ്ധാത്മാവാണ്. വളരെ വ്യക്തമായിട്ട് സുവിശേഷങ്ങൾ കാണും. നമ്മൾ മത്തായി എഴുതിയ സുവിശേഷം 28 അധ്യായം 19-20 നിങ്ങൾ പോയി എല്ലാ ജനതകളെയും ശിക്ഷപ്പെടുത്തുവിൻ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അവർക്ക് സ്നാനം നൽകുവിൻ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ. അപ്പോഴേ ദൈവത്തിൻ്റെ നാമത്തിലാണ് കൊടുക്കുന്നത്. പക്ഷേ ആ നാമം 3 നാമങ്ങളാണ്. ഒരു കാര്യം കൂടി, കൊരിന്ത്യർക്ക് എഴുതിയ 2 ലേഖനം 13 അധ്യായം 13-14 വാക്യങ്ങൾ ഇപ്രകാരമാണ് പൗലോസ് അവസാനിപ്പിക്കുന്നത്. വിശുദ്ധരെല്ലാവരും നിങ്ങളെ അഭിവാദനം ചെയ്യുന്നു. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളേവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. അപ്പോഴേ ക്രിസ്ത്യാനികൾ ആരാധിക്കുന്ന ദൈവം ത്രിയേകനാണ്. ഇപ്പോൾ 3 ദൈവങ്ങളില്ല. എങ്ങനെ അതിനെക്കുറിച്ച് പറയാം, നമുക്ക് വിശദമായിട്ട് പിന്നീട് കാണാം. അപ്പോൾ ക്രിസ്ത്യാനികളെ സംബന്ധിച്ചോളം ദൈവം പിതാവാണ്, പുത്രനാണ്, പരിശുദ്ധാത്മാവുമാണ്. 3 വ്യക്തികളാണ്. പക്ഷേ അതേസമയം ഒരു ദൈവം മാത്രമേ ഉള്ളൂ. ബുദ്ധി കൊണ്ട് ഗ്രഹിക്കാൻ സാധിക്കാത്ത ഒരു രഹസ്യം ഇതിനെക്കുറിച്ച് പറയാൻ സാധിക്കുള്ളൂ. എങ്ങനെയാണ് ക്രിസ്ത്യാനികൾ ഇപ്രകാരം ഒരു വിഷയത്തിലേക്ക് കടന്നു വന്നത്? നമ്മൾ സാവകാശം കാണും ബൈബിളിൽ കടന്നു പോകുമ്പോൾ. ഇപ്പോൾ മുസ്ലിമുകളും ക്രിസ്ത്യാനികളും തമ്മിലുള്ള ദൈവത്വവിശ്വാസം സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട വ്യത്യാസം ഇതാണ്. ക്രിസ്ത്യാനികൾക്ക് ദൈവം ഏകനാണ്, അതേസമയം ത്രിയേകനാണ്. 3 ആളുകളുടെ കൂട്ടായ്മയായ ഏക സ്വഭാവത്തിൽ 3 ആൾ ഒന്നിക്കുന്ന ദൈവമാണ് പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. മുസ്ലിമുകൾക്ക് ദൈവം ഏകനാണ്, ഏകൻ മാത്രമാണ്. അവൻ മറ്റാരുമില്ല, അവൻ സമനായി മറ്റാരുമില്ല. അപ്പോൾ ഈ ഏകത്വമോ ത്രിത്വമോ ഇതാണ് നിർണായകമായ വ്യത്യാസം. ഇനി അതിൻ്റെ കൂട്ടത്തിൽ വരുന്ന വ്യത്യാസങ്ങളുണ്ട്. തീർച്ചയായിട്ടും ഈ മനുഷ്യ സ്വഭാവത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട്. അപ്പോൾ ആരാണ് ക്രിസ്ത്യാനികളുടെ ദൈവം? ക്രിസ്ത്യാനികളുടെ ദൈവം പിതാവാണ്, പുത്രനാണ്, പരിശുദ്ധാത്മാവുമാണ്. അപ്പോൾ ഈ ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധം എന്താണ്? ബൈബിളിൻ്റെ ആദ്യത്തെ അധ്യായത്തിൽ തന്നെ പറയും, ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച് തൻ്റെ തന്നെ ഛായയിലും സദൃശ്യത്തിലുമാണ്. സ്വന്തം ഛായയിലും സദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ, ദൈവത്തിൻ്റെ മുഖം വഹിക്കുന്നവനാണ് മനുഷ്യൻ. ആരാണ് സ്വന്തം ഛായയിൽ? മകനാണ്. അത് പിന്നീട് കാണുമ്പോൾ ഉൽപ്പത്തി പുസ്തകം 5-ാമത്തെ അധ്യായത്തിലേക്ക് പോവുകയാണെങ്കിൽ ആദാമിന് 130 വയസ്സാകുമ്പോൾ സ്വന്തം ഛായയിൽ സദൃശ്യത്തിലും ഒരു പുത്രൻ ജനിച്ചു. അപ്പോൾ ഛായയിലും സദൃശ്യത്തിലും ജനിക്കുന്നത് പുത്രനാണ്. എന്ന് പറഞ്ഞാൽ ദൈവം ബൈബിളിൻ്റെ ആരംഭം മുതലേ ദൈവം മനുഷ്യനെ കാണുന്നത് പുത്രനായിട്ടാണ്. അതേസമയം ഇസ്ലാമിൽ സങ്കല്പിക്കാൻ സാധിക്കില്ല, അടിമയാണ്, ദാസനാണ്. ദൈവം ഉടമ, മനുഷ്യൻ അടിമ. അതേസമയം ബൈബിളിൽ ദൈവം പിതാവ്, മനുഷ്യൻ പുത്രൻ. സ്രഷ്ടാവാണ്, സൃഷ്ടിയാണ്. അതേസമയം ഈ ഒരു പുത്ര സ്വീകാര്യത്തിലേക്ക് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നതാണ്. ഇതിന് വ്യത്യാസം വേറെയും കാണും. സ്ത്രീ പുരുഷ തുല്യതയിൽ ബൈബിളിൽ സ്ത്രീയും പുരുഷനും ഒരുപോലെ ദൈവച്ഛായ സൃഷ്ടിക്കപ്പെട്ടവരാണ്, തുല്യരാണ്. ആദാമിൻ്റെ വാരിൽ നിന്നാണ് ഹവ്വ എടുക്കപ്പെടുന്നത് പറയും. തുല്യതയുണ്ട്. ഒരേ മനുഷ്യ സ്വഭാവത്തിൽ പങ്കുചേരുന്നു, ഒരേ ബഹുമഹത്വം അർഹിക്കുന്നു. അതേസമയം മുസ്ലിമുകളെ സംബന്ധിച്ചോളം തുല്യത പറയാൻ പ്രയാസമാണ്. ഒരു പുരുഷന് 4 ഭാര്യമാർ വരെ ആകാം, പക്ഷേ ഒരു സ്ത്രീക്ക് പുരുഷന്മാരൊന്നും ഉൾക്കൊള്ളാകാൻ പാടില്ല. വിവാഹമോചനം സാധ്യമാണ്. ഇഷ്ടമല്ലെങ്കിൽ തലാഖ് പറഞ്ഞാൽ എനിക്കിതിന് ഇഷ്ടമില്ല എന്ന് പറഞ്ഞ കാര്യം തോന്നും. വിവാഹമോചനം. ഇപ്പോൾ ഈ തുല്യ വ്യക്തികൾ തമ്മിലുള്ളൊരു ബന്ധമല്ല ഇവിടെ വിവാഹമായിട്ട് കാണുക. അപ്പോൾ ദൈവത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് സമൂഹത്തിലെയും
പെരുമാറ്റങ്ങളെയും ഒക്കെ ഏറെ സ്വാധീനിക്കും. തീർച്ചയായിട്ടും ദൈവം കരുണാമയനാണ്, അതേസമയം ദൈവം ഉടമയാണ്. ദാസ്യവേലയാണ് ദൈവം ആഗ്രഹിക്കുന്നത്, മനുഷ്യനിൽ നിന്ന്, സ്നേഹമല്ല. അതേസമയം ക്രിസ്ത്യാനി സംബന്ധിച്ചിടത്തോളം ദൈവം സ്നേഹമാണ്, ദൈവം ആഗ്രഹിക്കുന്നത് സ്നേഹമാണ്. യേശു നൽകിയൊരു പുതിയ കൽപ്പന, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ പരസ്പരം സ്നേഹിക്കണം. ആരെയാണ്? എല്ലാവരെയും. ആരെയും ഒഴിവാക്കാൻ പാടില്ല. സ്നേഹിതരെ മാത്രം സ്നേഹിച്ചാൽ പോരാ, നിന്നെ വെറുക്കുന്നവരെ സ്നേഹിക്കുക. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണം. സ്നേഹിതന് വേണ്ടി ജീവൻ ബലികഴിക്കുന്നതിനേക്കാളും വലിയ സ്നേഹമില്ല. ആരാണ് സ്നേഹിതൻ? എല്ലാവരും സ്നേഹിതരാകണം. ശത്രുക്കളെ സ്നേഹിക്കാനാണ് യേശു പഠിപ്പിച്ചത്. ഇസ്ലാമിൽ ഇത് കാണുകയില്ല. ശത്രുക്കളെ വെറുക്കുക, സ്വന്തം ജനങ്ങളെ സ്നേഹിക്കുക, സഹോദരങ്ങളെ സ്നേഹിക്കുക. അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോഴേക്കും ഈ മനുഷ്യബന്ധങ്ങളിൽ, സ്ത്രീ പുരുഷ ബന്ധത്തിൽ, മനുഷ്യൻ്റെ മഹത്വത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടിൽ എല്ലാം ഈ ഒരു ദൈവസങ്കല്പം കടന്നു വരുന്നുണ്ട്. അപ്പോൾ ദൈവം ഇസ്രായേൽക്കാരും ക്രൈസ്തവരും ഇസ്ലാം വിശ്വാസികളും എല്ലാം ഒരു ദൈവത്തിലാണ് വിശ്വസിക്കുന്നത് പറയുമ്പോഴേക്കും കാതലായ വ്യത്യാസങ്ങളിലായിട്ട് ദൈവം ഒന്നുവിനേ ഉള്ളൂ. പക്ഷേ ആ ദൈവത്തിൻ്റെ സ്വഭാവത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ രണ്ടുപേരും ഒരു ദൈവത്തിലാണ് വിശ്വസിക്കുന്നത്. ഇവരെന്താ വ്യത്യാസം? നമുക്ക് വിവാഹം കഴിച്ച് ജീവിച്ചുകൂടെ? നമുക്കൊന്ന് ചായപ്പോടെ ശ്രദ്ധിക്കണം. ദൈവം ഒരുവനേ ഉള്ളൂ, ശരിയാണ്. ആ ദൈവം ആരാണ്? നിങ്ങളുടെ ദൈവം ആരാണ്? ആരെയാണ് നിങ്ങൾ ദൈവമായി വിശ്വസിക്കുക? നിങ്ങളുടെ ദൈവത്തിൻ്റെ സ്വഭാവം എന്താണ്? ആ സ്വഭാവം എങ്ങനെയാണ് നിങ്ങളുടെ കുടുംബങ്ങളെ സ്വാധീനിക്കുക? പ്രത്യേകം ശ്രദ്ധിക്കണം. ഇവിടെ വ്യത്യാസങ്ങൾ ഏറെയുണ്ട്. അപ്പോൾ നമ്മൾ വ്യത്യാസങ്ങളൊന്നുമില്ല എന്ന് പറഞ്ഞ് അതെല്ലാം മൂടി വെച്ചിട്ട് ഈ സാമ്യം മാത്രം ഏറ്റു പറയുമ്പോൾ ഒരു വലിയ അപകടം ഒളിച്ചിരിക്കുന്നുണ്ട്. ഞാൻ വിശ്വസിക്കുന്ന ആ വിശ്വാസമായിരിക്കണമെന്നില്ല എൻ്റെ കൂട്ടുകാരൻ, സഹോദരൻ. തീർച്ചയായിട്ടും ബഹുമാനിക്കണം. മറ്റുള്ളവരുടെ വിശ്വാസത്തെ നമ്മൾ ആദരിക്കണം. പക്ഷേ അതവിടെ സ്വീകരിക്കാനാവില്ല. ഒരു ക്രിസ്ത്യാനെ സംബന്ധിച്ചോളം ദൈവം പിതാവാണ്, പുത്രനാണ്, പരിശുദ്ധാത്മാവാണ്. ക്രിസ്ത്യാനെ സംബന്ധിച്ച് സകല മനുഷ്യരും ഈ ദൈവത്തിൻ്റെ മക്കളാൻ വിളിക്കപ്പെട്ടവരാണ്. അതുകൊണ്ട് സഹോദരങ്ങളാണ്. വിവാഹം ഒരു പുരുഷനും സ്ത്രീയും തമ്മിൽ മരണം വരെ അഭേദ്യമായി ബന്ധിപ്പിക്കുന്ന ആ ഒരു ബന്ധമാണ്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് പ്രായോഗിക തരത്തിലുള്ള വ്യത്യാസങ്ങളുണ്ടാകും. അതുകൊണ്ട് രണ്ടു കൂട്ടരും ഒരു ദൈവത്തിലാണ് വിശ്വസിക്കുന്നതെന്ന് പറഞ്ഞ് ലളിതമായി മാറ്റിവെക്കാവുന്ന ഒന്നല്ല. അല്ലാഹു അക്ബർ എന്ന് പറയുമ്പോൾ അതൊരു വിശ്വാസ പ്രഖ്യാപനം മാത്രമല്ല എന്നോർക്കുക, അതൊരു കൊലവിളിയും കൂടിയാവുന്നുണ്ട്. അല്ലാഹു അക്ബർ. ഇപ്പോൾ അവിശ്വാസികളെ അല്ലെങ്കിൽ അള്ളാഹു വിശ്വസിക്കാത്തവരെ കൊല്ലുന്നത് തന്നെ വലിയ ധർമ്മമായി കണക്കാക്കുന്നവരുണ്ട്. പലപ്പോഴും യുദ്ധത്തിൻ്റെ പോർവിളി പോലെ അല്ലാഹു അക്ബർ പറയാറുണ്ട് എല്ലാ ദിവസവും. അക്ബർ എന്ന് പറഞ്ഞാൽ ഗ്രേറ്റർ എന്നാണ് അർത്ഥം. ദൈവം എല്ലാവരേക്കാളും വലിയവനാണ്. വലിയവനല്ല, മറ്റുള്ളവരെക്കാളൊക്കെ വലിയവനാണ്. കമ്പാരിസൺ ഉണ്ട്. പക്ഷേ ഇവിടെ ദൈവം സ്നേഹമാണ് എന്നാണ് യേശു പഠിപ്പിക്കുക അവസാനമായിട്ട്, നിർവചനം പോലെ. അപ്പോൾ ആ ഒരു സ്നേഹത്തിൻ്റെ പശ്ചാത്തലത്തിൽ നോക്കുമ്പോൾ സ്നേഹം പരസ്പരം ഉള്ള പങ്കുവയ്ക്കലാണ്, സ്വയം സ്നേഹമല്ല. അപ്പോൾ ദൈവം സ്നേഹത്തിൻ്റെ ഒരു കൂട്ടായ്മയാണ്. പിതാവ് പുത്രനെ സ്നേഹിക്കുന്നു, പുത്രൻ പിതാവിനെ സ്നേഹിക്കുന്നു. ആ സ്നേഹത്തിൻ്റെ തന്നെ ബന്ധമാണ് പരിശുദ്ധാത്മാവ്. അപ്പോൾ ആ ഒരു ത്രിയേക ദൈവത്തിൻ്റെ ആ സ്നേഹത്തിൻ്റെ മുഖമാണ് ബൈബിൾ എടുത്ത് കാണിക്കുന്നത്. അത് മക്കളെ സ്നേഹിക്കുന്ന ദൈവമാണ്, എല്ലാവരെയും മക്കളായി സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്ന ദൈവമാണ്. അപ്പോൾ ആ ഒരു വ്യത്യാസം നമ്മൾ മനസ്സിലുണ്ടാകണം. അതുകൊണ്ട് ഒരു ശത്രുതാഭാവമല്ല, പക്ഷേ നിങ്ങളുടെ വിശ്വാസത്തെ നിങ്ങൾ ഏറ്റുപറയാൻ തയ്യാറാകണം. അത് സൗമ്യമായിട്ടും ശാന്തമായിട്ടും, പക്ഷേ വിശ്വാസത്തിൽ വെള്ളം ചേർക്കാതെ മുന്നോട്ട് പോകാൻ സാധിക്കണം. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. കാരുണ്യവാനും സ്നേഹനിധിയുമായ ദൈവമേ, യേശു ക്രിസ്തുവിലൂടെ അവിടുന്ന് ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തന്നു അങ്ങ് ഞങ്ങളുടെ പിതാവാണെന്ന്, യേശു ഞങ്ങളുടെ ജ്യേഷ്ഠ സഹോദരനാണെന്ന്. പരിശുദ്ധാത്മാവിലൂടെ ദത്തെടുക്കപ്പെട്ടവരാണ് ഞങ്ങളെല്ലാവരും. അവിടുത്തെ പിതാവെ എന്ന് വിളിക്കാനായിട്ട് ഞങ്ങളെ ശക്തരാക്കുന്നത് അങ്ങയുടെ തന്നെ ആത്മാവാണ്. അബ്ബ, പിതാവെ എന്ന് ഞങ്ങളെ വിളിക്കാൻ പ്രേരിപ്പിക്കുന്ന, സഹായിക്കുന്ന ഞങ്ങൾക്ക് അവകാശം നൽകുന്ന പരിശുദ്ധാത്മാവ്. ഈ ഒരു വിശ്വാസത്തിലേക്ക് ഏകദൈവ വിശ്വാസികൾ എല്ലാവരെയും നയിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവായ യേശുവെ, അവിടുന്ന് പറഞ്ഞല്ലോ, ഞാൻ വന്നിരിക്കുന്നത് അവർക്ക് ജീവൻ ഉണ്ടാകാനും അത് സമൃദ്ധമായി ഉണ്ടാകാനുമാണ്. അങ്ങയെ അറിയുന്നതാണ് നിത്യജീവൻ. കർത്താവായ യേശുവെ, അങ്ങയെ അറിയാൻ, അങ്ങ് ആരാണെന്ന് മനസ്സിലാക്കാൻ, അങ്ങയുടെ പ്രകടമായ ദൈവചിത്രം കുറച്ചുകൂടി വ്യക്തമായി കിട്ടാൻ അങ്ങ് തന്നെ ഞങ്ങളെയും ഞങ്ങളുടെ വിശ്വാസത്തോട് സാമ്യമുള്ള എല്ലാവരെയും, എല്ലാ മനുഷ്യരെയും അവിടെ തന്നെ പ്രകാശിപ്പിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ആമേൻ.